ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. കഥാസാഗരത്തിന് സമയമായിരിക്കുകയാണ്. അപ്പം അതുപോലെ കഥാസാഗരത്തിലോട്ട് നമുക്ക് കടക്കാം. കഥാസാഗരം ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടി പറയുന്നു, കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടി കഥകളും മുത്തശ്ശി കഥകളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ജാതക കഥയാണ്. നേരത്തെ തന്നെ ഞാൻ ബോധിസത്വൻ്റെ പല കഥകളും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടുള്ളൊരു കഥയാണ് ഈ കഥയും. പരുന്തിനെ തോൽപ്പിച്ച കുട്ടി എന്ന പുസ്തകത്തിൽ നിന്ന് എടുത്ത ഒരു കഥയാണ്. സേനകൻ ബോധിസത്വനെ തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പല ആവർത്തി ബോധിസത്വനെ ഇകഴ്ത്താൻ ശ്രമിക്കുകയാണ് രാജാവിൻ്റെ മുമ്പിൽ. ആ കഥകളുടെ ഒരു തുടർച്ചയാണ് ഈ കഥ. സ്ഥിരം കേൾക്കുന്ന ശ്രോതാക്കൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. എന്തായാലും കേട്ടോളൂ. നമ്മുടെ സേനകൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച കണക്ക്, ബോധിസത്വൻ്റെ ബുദ്ധിക്ക് മുന്നിൽ സ്ഥിരമായി പരാജയപ്പെട്ടുകൊണ്ടിരുന്നു. അയാൾ സ്ഥിരം ബോധിസത്വനെ പരീക്ഷിക്കും. എല്ലാ പ്രാവശ്യവും സേനകൻ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. രാജാവ് ഇതെല്ലാം കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ സേനകൻ്റെ ഒരു പരീക്ഷണത്തിനും ബോധിസത്വനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. മാത്രവുമല്ല, ഇതുകൊണ്ടൊന്നും രാജാവിന് ബോധിസത്വനോടുള്ള ബഹുമാനം കുറയ്ക്കാനും സാധിച്ചില്ല. ഈ പരീക്ഷണങ്ങൾ കൊണ്ടൊന്നും ബോധിസത്വനോടുള്ള ബഹുമാനം, രാജാവിൻ്റെ ബഹുമാനം കുറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ബഹുമാനം കൂടി വരികയാണ് ചെയ്തത്. ഇതിനെങ്ങനെ ഒരു അവസാനമുണ്ടാക്കാം എന്നായിരുന്നു സേനകൻ്റെ ചിന്ത. ഒരു ദിവസം അയാളുടെ തലയിൽ വിചിത്രമായ ഒരു സൂത്രം രൂപം കൊണ്ടു. ബുദ്ധിക്ക് ഒരു കുറവുമില്ലല്ലോ സേനകന്. അയാൾക്ക് സൂത്രത്തിനും ഒരു പഞ്ഞവും ഉണ്ടായില്ല. ഉടൻ തന്നെ അയാൾ ഒരു ദൂതനെ യവമജ്ജക ഗ്രാമത്തിലേക്ക് അയച്ചു. ദൂതൻ ഗ്രാമമുഖ്യനെ ചെന്ന് കണ്ടു. കൊട്ടാരത്തിൽ നിന്നുള്ള സന്ദേശമാണ്. രാജാവിനു നീരാടാൻ 5 തരത്തിലുള്ള ആമ്പലുകൾ വിരിയുന്ന ഒരു പൊയ്ക ഉടൻ തന്നെ കാട്ടിൽ നിന്ന് എത്തിക്കണം, ദൂതൻ അറിയിച്ചു. ഗ്രാമമുഖ്യനും ഗ്രാമീണരും അന്തം വിട്ട് കേട്ടു നിൽക്കാനേ സാധിച്ചുള്ളൂ. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ഇതെന്താണ് ഈ കേൾക്കുന്നത്? ഇങ്ങനെയുണ്ടോ ഒരു കൽപ്പന? അവർ പരസ്പരം ചോദിച്ചു. ഇത് ബോധിസത്വനെ തോൽപ്പിക്കാൻ മന്ത്രി സേനകൻ ചെയ്യുന്ന ഒരു കുതന്ത്രമാണ്. നമുക്കാർക്കും ഇതിന് പരിഹാരം കാണാൻ സാധിക്കുകയില്ല. ഇതിന് പരിഹാരം ബോധിസത്വനെ കാണാൻ സാധിക്കുകയുള്ളൂ. കണ്ടോളൂ, അദ്ദേഹം അതിന് പരിഹാരം കണ്ടോളും എന്നൊക്കെ അവർ പറഞ്ഞു. ഗ്രാമമുഖ്യനും ഗ്രാമീണരും വളരെ തിടുക്കത്തിൽ ബോധിസത്വനെ തേടി പുറപ്പെട്ടു. അങ്ങനെ അവർ അവിടെ എത്തിച്ചേർന്നു. സേനകൻ്റെ സന്ദേശം അവർ ബോധിസത്വനെ അറിയിച്ചു. ശാന്തനായി ബോധിസത്വൻ അതെല്ലാം കേട്ടു. എന്നിട്ട് അദ്ദേഹം ഒരു നിമിഷം ആലോചിച്ചു. അദ്ദേഹത്തിൻ്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിടർന്നു. എന്നിട്ട് അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മുടെ കൂട്ടത്തിലെ ശക്തർ മുന്നോട്ട് വരട്ടെ. ശക്തരായ ഏതാനും യുവാക്കൾ ഉടൻ മുന്നോട്ട് വന്നു. ബോധിസത്വൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ട ശേഷം അതുപോലെ ചെയ്യുക. ചെയ്യേണ്ട കാര്യങ്ങൾ ബോധിസത്വൻ അവരെ പറഞ്ഞു കേൾപ്പിച്ചു. അവർ ശ്രദ്ധിച്ചു കേട്ടു. ഉടൻ തന്നെ യുവാക്കൾ വലിയൊരു വടവും സംഘടിപ്പിച്ച് കാട്ടിലെ ആമ്പൽ കുളത്തിലേക്ക് പോയി. അവർ ആ പൊയ്കയിൽ ഇറങ്ങി തിമിർത്ത് കുളിച്ചു. വെള്ളം കയറി കണ്ണുകൾ ചുവന്ന് കലങ്ങി. അവർ വടം പൊയ്കയിൽ മുക്കി നനച്ചു. അതിനുശേഷം തങ്ങളുടെ ദേഹത്തും വടത്തിലും ചെളി വാരിപ്പൂശി. എന്നിട്ടവർ വടവുമായി കൊട്ടാര കവാടത്തിലേക്ക് പുറപ്പെട്ടു. കൊട്ടാര കവാടത്തിൽ എത്തിച്ചേർന്ന ശേഷം അവർ അവിടെ നിന്ന് ഉറക്കെ കരയാൻ തുടങ്ങി. മഹാരാജാവേ, ക്ഷമിക്കണേ. കയറിന് ബലമില്ലാത്തത് കൊണ്ടാണേ കൊണ്ടുവരാൻ പറ്റാതിരുന്നത്. അടിയങ്ങളോട് പൊറുക്കണേ. കരച്ചിലും ബഹളവും കേട്ട് രാജാവ് കൊട്ടാര കവാടത്തിലേക്ക് ആളയച്ചു. എന്തിനാണ് ഇവിടെ നിന്ന് കരയുന്നത്? ഭടന്മാർ ചോദിച്ചു. അത് ഞങ്ങൾക്ക് മഹാരാജാവിനോട് മാത്രമേ പറയാൻ പറ്റൂ.
ഗ്രാമീണർ തീർത്തു പറഞ്ഞു. ഭടന്മാർ എത്ര നിർബന്ധിച്ചിട്ടും അവർ കരഞ്ഞുകൊണ്ട് നിന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല. മാത്രമല്ല, കരച്ചിലിൻ്റെ ശബ്ദവും കൂടി. ഒടുവിൽ ഭടന്മാർ അവരെ രാജാവിൻ്റെ മുന്നിലെത്തിച്ചു. എന്നിട്ട് രാജാവിനോട് അവർ ഉണർത്തിച്ചു, തിരുമനസ്സേ, ഇവർ കരയുന്നതല്ലാതെ ഒന്നും പറയുന്നില്ല. രാജാവ് അവരെ നോക്കി. എന്നിട്ട് ചോദിച്ചു, പറയൂ, എന്തിനാണ് കരയുന്നത്? അയ്യോ, അങ്ങയുടെ കൽപ്പന പ്രകാരം ഞങ്ങൾ 5 തരം ആമ്പലുകൾ വിരിയുന്ന പൊയ്ക കൊട്ടാരത്തിൽ എത്തിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. പൊയ്കയെ വടം കൊണ്ട് കെട്ടിവലിച്ച് ഒരുവിധം നഗരത്തിൻ്റെ അതിർത്തി വരെ കൊണ്ടുവന്നു. നഗരം കണ്ടതും ഭയം കൊണ്ട് പൊയ്ക വടം പൊട്ടിച്ച് ഓടിക്കളഞ്ഞു. അതുകൊണ്ട് അങ്ങയുടെ ഉദ്യാനത്തിലെ പൊയ്കയെ ഞങ്ങളോടൊപ്പം അയക്കണം. അതിനെക്കൊണ്ട് കാട്ടിലെ പൊയ്കയെ മെരുക്കിയെടുത്ത് കൊണ്ടുവരാം, ഗ്രാമീണർ പറഞ്ഞു. ഇത് കേട്ട് രാജാവ് ഉറക്കെ ചിരിച്ചു. കാട്ടിൽ നിന്ന് പൊയ്കയെ എൻ്റെ ആജ്ഞാപ്രകാരം കെട്ടിവലിച്ചു കൊണ്ടുവന്നുവെന്നോ? അതിനെ മെരുക്കാൻ എൻ്റെ പൊയ്കയെ തന്നയക്കണമെന്നോ? നിങ്ങൾ പറയുന്നതൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. രാജാവിന് ദേഷ്യം വന്നു. അങ്ങയുടെ മന്ത്രി സേനകനാണ് അവിടത്തേക്ക് നീരാടാൻ കാട്ടിൽ നിന്ന് പൊയ്ക കൊണ്ടുവരാൻ കൽപ്പിച്ചത്. അവർ നടന്ന കാര്യം മുഴുവനും രാജാവിനെ പറഞ്ഞു കേൾപ്പിച്ചു. അത് കേട്ടപ്പോൾ രാജാവിൻ്റെ കോപം ചിരിയായി മാറി. തൻ്റെ മന്ത്രിയെ ബോധിസത്വൻ വീണ്ടും തോൽപ്പിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. നിങ്ങളുടെ ബോധിസത്വൻ ഒരു മഹാമിടുക്കൻ തന്നെ. രാജാവ് ഗ്രാമീണരോട് ബോധിസത്വനെ അഭിനന്ദിച്ച് സംസാരിച്ചു. അത് കേട്ട് സേനകൻ്റെ തല താഴ്ന്നുപോയി. ഇത്രയുമാണ് കഥ. ഈ കഥയിൽ ഗ്രാമീണർ പറയുന്നുണ്ട്, നഗരം കണ്ടതും ഭയം കൊണ്ട് പൊയ്ക വടം പൊട്ടിച്ചു ഓടിക്കളഞ്ഞു. ഞാൻ പെട്ടെന്ന് അത് വായിച്ചപ്പോൾ ആലോചിച്ചു പോയി. പല സിനിമകളിലും, പഴയകാല സിനിമകളിലും മറ്റുമൊക്കെ നഗരം പലപ്പോഴും ചതിക്കുഴികളും വഞ്ചനകളും പൊയ്മുഖങ്ങളും ആർഭാടങ്ങളും ഞാനെന്ന ഭാവവും, ഞാനെന്ന ഭാവം നിറഞ്ഞ മനുഷ്യരും, ഒന്നിനും സമയമില്ലാത്ത മനുഷ്യരും ഒക്കെ കൊണ്ട് നിറഞ്ഞ ഒരു പ്രദേശമായിട്ടാണ് പലപ്പോഴും പല സിനിമകളിലും, പഴയകാല സിനിമകളിലൊക്കെ കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ഞാൻ ചാപ്ലിൻ്റെ ഒരു പഴയകാല സിനിമയിലോട്ടൊന്ന് അറിയാതെ കടന്നുപോയി. ഈ കഥയിലെ ഈ ഒരു ഡയലോഗ് വായിച്ചപ്പോൾ, സിറ്റി ലൈറ്റ്സ് എന്ന് പറഞ്ഞൊരു പ്രശസ്തമായ സിനിമയുണ്ട് ചാപ്ലിൻ്റെ. വളരെ രസകരമായ മുഹൂർത്തങ്ങളുള്ള സിനിമയാണ് സിറ്റി ലൈറ്റ്സ്. അതിൽ ഈ ട്രാമ്പ് എന്ന് പറയുന്ന ഈ ട്രാമ്പാണ് ചാപ്ലിൻ പലപ്പോഴും ട്രാമ്പായിട്ടാണ് പല സിനിമകളിലും വരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രേമവും, അദ്ദേഹം ഒരു പണക്കാരനെ രക്ഷിക്കുന്നുണ്ട്, ആത്മഹത്യ ചെയ്യാൻ പോകുന്ന പണക്കാരനെ. അവിടെ ആ സിനിമയിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പണമുള്ളവനും പണമില്ലാത്തവനും തമ്മിലുള്ള ആ ഡിവിഷൻ, ഒരു നഗരത്തിലെ ആ ഡിവിഷൻ, ഉദാഹരണത്തിന് ക്ലബ്ബുകളിലും അല്ലെങ്കിൽ ഹോട്ടലുകളിലും മറ്റുമൊക്കെ കാണിക്കുന്ന ആ വേർതിരിവ്, അതെല്ലാം വളരെ വ്യക്തമാണ് ആ കാലത്ത്. അപ്പോൾ നഗരം എപ്പോഴും ഇത്രയും ഭിന്നിപ്പുകൾ നിറഞ്ഞ, അല്ലെങ്കിൽ വേർതിരിവുകൾ, മാറ്റി നിർത്തലുകൾ ഒക്കെ നിറഞ്ഞതാണ് ഈ നഗരമെന്ന് പറയുന്നത്. പലപ്പോഴും ഉള്ളവനും ഇല്ലാത്തവനും അല്ലേ ഒരുമിച്ച് വസിക്കുന്ന സ്ഥലമാണ്. ഈ സിറ്റി ലൈറ്റ്സിൽ അത്തരം പ്രേമവും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. നിഷ്കളങ്കമായ പ്രേമം, അതൊരു ഫ്ലവർ ഗേൾ എന്ന് പറഞ്ഞൊരു കഥാപാത്രം, നിഷ്കളങ്കമായ ഒരു പ്രേമം ഒക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത്തരം പഴയകാല സിനിമകളൊക്കെ ഉണ്ട്. ഇങ്ങനെ നഗരമെന്ന് പറയുന്ന പലപ്പോഴും ഭീതിജനകമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു സ്ഥലമായിട്ടും ഒത്തിരി ചതിക്കുഴികൾ നിറഞ്ഞ സ്ഥലമായിട്ടും ഒക്കെ കാണിക്കാറുണ്ട്. മലയാളത്തിലെടുത്തു കഴിഞ്ഞാൽ ഒട്ടേറെ സിനിമകളിൽ, അപ്പോൾ ആര്യൻ, അഭിമന്യു എന്ന സിനിമകളിലൊക്കെ നായക കഥാപാത്രം ഗ്രാമത്തിലെ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് നഗരത്തിൽ, വൻ നഗരങ്ങളിലെത്തുമ്പോൾ അവിടെ അതിലും വലിയ പ്രശ്നങ്ങളിൽപ്പെട്ട് മാഫിയകളുടെയും അധോലോക നായകന്മാരുടെയൊക്കെ ചതിയിൽപ്പെടുകയും അതിലെ ആ കൂട്ടുകെട്ടിൽ ചെന്ന് വീഴുകയും അങ്ങനെ കഥ മുന്നോട്ട് പോകുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ പലപ്പോഴും സിനിമകളിലും മാധ്യമങ്ങളിലൊക്കെ നഗരങ്ങൾ ഇത്തരത്തിലുള്ള വലിയ വലിയ ചതിക്കുഴികളുടെയും അധോലോകത്തിൻ്റെയും വഞ്ചനയുടെയും ചതിയുടെയും ബിസിനസ് താല്പര്യങ്ങളുടെയൊക്കെ കേന്ദ്രങ്ങളായി മാറുകയും
മനുഷ്യത്വം തീരെ ഇല്ലാത്ത ഒരു സ്ഥലമായിട്ടൊക്കെ ചിലപ്പോൾ തോന്നുകയൊക്കെ ചെയ്യും. നമ്മൾ ഇത്തരം സിനിമകൾ നമ്മൾ കാണുമ്പോൾ അവിടെ വളരെ താഴെത്തട്ടിലുള്ളവർക്കായിരിക്കും പലപ്പോഴും മാനുഷികത നിറഞ്ഞു നിൽക്കുന്നത്. അങ്ങനെയൊക്കെ ചിലപ്പോൾ സിനിമകൾ നമ്മൾ ഇത്തരം നഗരങ്ങൾ ചിത്രീകരിക്കുമ്പോൾ നമ്മൾ കാണാറുണ്ട്. യഥാർത്ഥത്തിൽ നഗരത്തിൽ നമ്മൾ ഭയപ്പെടുന്നത് അവിടുത്തെ വെളിച്ചം തന്നെയാണ്, അല്ലേ? നമ്മൾ ഇരുട്ടിനേക്കാളേറെ ഭയപ്പെടുന്നത് വെളിച്ചം തന്നെയാണ്. വെളിച്ചത്തിൽ, അല്ലേ? എപ്പോഴും വെളിച്ചമാണ് നഗരത്തിൽ, എല്ലായിടത്തും വെളിച്ചമാണ്, ഇരുട്ടില്ല. ആ വെളിച്ചത്തിലാണ് പലപ്പോഴും അധമ പ്രവൃത്തികൾ കൂടുതൽ നടക്കുന്നത്. എനിക്കൊന്ന് നഗരങ്ങളെ ഇലക്ട്രിക് ബൾബുകൾ വെളിച്ചം കൊണ്ട് നിറയ്ക്കുമ്പോഴും ആ വെളിച്ചം നമ്മളെ ഭയപ്പെടുത്തുന്നതാണ്. ആ വെളിച്ചത്തിലാണ് ഇത്തരം ദുർമുഖങ്ങളും ഇത്തരം വഞ്ചനയുടെ മുഖങ്ങളും എല്ലാം നമുക്ക് ചുറ്റും സഞ്ചരിക്കുകയും വിഹരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. നഗരത്തിലാണ് നമ്മൾ കരുത്തുള്ളവരായി മാറുന്നത്, അല്ലേ? പലപ്പോഴും വളരെ നാണം കുണിങ്ങളും ഭയമുള്ള മനുഷ്യരുമൊക്കെ പലപ്പോഴും നഗരത്തിലോട്ട് വരുമ്പോൾ, ഈ വെളിച്ചത്തിലോട്ട് വരുമ്പോൾ പലപ്പോഴും വളരെ കഴിവുള്ളവരും വളരെ ബുദ്ധി സാമർഥ്യമുള്ളവരും കഴിവ് പ്രകടിപ്പിക്കുന്നവരും സാമർഥ്യമുള്ളവരും ബിസിനസ് കഴിവുകൾ പുറത്തെടുക്കുന്നവരുമൊക്കെ ആയി മാറുകയാണ്. ഈ നഗരത്തിൻ്റെ ആ ജനങ്ങൾക്കിടയിലൂടെ അവർ യഥേഷ്ടം സഞ്ചരിക്കുകയും അവരുമായിട്ടൊക്കെ ആശയവിനിമയത്തിലൂടെയും അവരുമായിട്ടുള്ള ഒരു ബന്ധത്തിലൂടെയൊക്കെ ഇവർ വ്യത്യസ്തരായ മുഖങ്ങളായി മാറുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നഗരം നമ്മളെ പരുവപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നഗരത്തിൻ്റെ വെളിച്ചമാണ് പലപ്പോഴും നമ്മളെ ഏറെ ഭയപ്പെടുത്തുന്നത്. ഈ വെളിച്ചത്തിൽ വരുമ്പോൾ മനുഷ്യൻ്റെ വേറെ പല മുഖങ്ങളും നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. എന്തായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ കഥയുമായിട്ട് ബന്ധപ്പെട്ട് ചിലതൊന്ന് പറഞ്ഞെന്ന് മാത്രം. ശ്രോതാക്കൾക്ക് ഇതിഷ്ടമായെങ്കിൽ ഞാൻ ധന്യനായി. എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കഥാസാരം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് പുതിയൊരു കഥയും പുതിയ കുറച്ച് വിശേഷങ്ങളുമായും വീണ്ടും കേട്ടുമുട്ടാം. ഇത്ര നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് സൈനിങ് ഓഫ്, ബോണി.